ഇതൊക്കെയാണ് നടന്നത് സർ. കണ്ടില്ലേ സാറേ, ഇത് അവര് എനിക്ക് വേണ്ടി എന്റെ പേരിലെടുത്ത 60,000 രൂപയുടെ ഡീഡിയാ. ഫോം നമ്പർ 29 എന്റെ കയ്യിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു സാറേ. എന്തൊക്കെ കേൾക്കണം, ഓരോരോ മാരണങ്ങളെ. മാഡത്തിന്റെ കാര്യമാണോ സാറേ? ശിവലിംഗം, മാഡത്തിന്റെ കാര്യമല്ല, നിന്റെ കാറിന്റെ കാര്യം പറഞ്ഞ. ഈ പ്രശ്നം എവിടെ ചെന്നാ അവസാനിക്കാന്ന് നിനക്കറിയോ? ഇതൊക്കെ നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത കുഴി കൊണ്ട് ചാടിക്കുന്ന കേസാ. എത്ര വലിയ പ്രശ്നമാണെന്നൊന്നും പറയാൻ പറ്റില്ല. സർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞേക്ക്. അതെ സാറേ, നമ്മുടെ ഈ കഥയൊക്കെ മെഗാ സീരിയലിൽ വല്ല വലിച്ചിട്ടാതിരിക്കുക നല്ലത്. കുടിക്കേ. അയ്യോ, ഇതിന് ഭയങ്കര തണുപ്പാണല്ലോ. കോൾഡ് കോഫിയാണ് സർ. എനിക്കിതൊന്നും കുടിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് പോയിട്ടെ ശരിക്കും ചൂടാക്കി കൊണ്ടോ, ഇല്ലെങ്കിൽ എന്റെ പല്ല് പൊളിക്കും. അതുകൊണ്ടാ. ചെല്ലേ ശിവലിംഗം, അതൊന്നും നടക്കില്ല. ശരി, ഇത് മാറ്റിയിട്ട് കോഫി ഓക്കെ ഉണ്ട്. മാഡം. പറയൂ സർ, ഇനി നമ്മൾ എന്താ ചെയ്യാ? കാര്യം നിങ്ങൾ ഈ പറഞ്ഞ കഥയൊക്കെ ഞാൻ വിശ്വസിച്ചു തന്നെ ഇരിക്കട്ടെ. പക്ഷേ MYM 9679 എന്ന കാറിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ പറയുന്ന കാറ് മോഷണം പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് എന്റെ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. കംപ്ലൈന്റോ? അതെ. ഈ കംപ്ലൈന്റ് ആരാ തന്നെ സാറേ? ജമാൽ, വലിയൊരു ഗുണ്ടേ. അസാദുള്ള ബേക്കിന്റെ മകൻ. വെരി പെക്യൂലിയർ ക്യാരക്ടർ. എന്റെ വാപ്പയ്ക്ക് അതിന് മാത്രം കാശുണ്ടായിരുന്നു. പുറത്തു പോയി കഴിക്കാനായിട്ട് കാശ് ചോദിച്ചപ്പോ തന്നില്ല. അതുകൊണ്ട് വീട്ടിൽ പൂട്ടിയിട്ട് ഇപ്പൊ ചത്തുന്നൊക്കെ കേൾക്കണത്. ഒരു ചിക്കൻ ബിരിയാണി കൂടുതൽ കഴിക്കാൻ തോന്നിയതിനാണ്. എനിക്ക് സത്യം പറഞ്ഞ പ്രാന്താന്നേ. ഒരു കാറിന്റെ കാര്യം പറഞ്ഞ് വീട് വിട്ട് പുറത്തു വരേണ്ട കാര്യം എന്തായിരുന്നു എനിക്ക്? ഇത്രയും നാളായിട്ടും തിരിച്ചു പോയിട്ടുമില്ല, ഇനി പോവില്ല. മനസ്സിലായ? എന്ത് കാര്യം? ഇപ്പൊ റിലീസായിട്ട് ഒരു കാര്യമില്ലെന്നേ. എന്റെ അപ്പറൊരു ടൈപ്പാണ്. സ്വന്തം മോൻ വഴി കിടന്ന് പിച്ചെടുത്താലും മറ്റവരുടെ മക്കളെയൊക്കെ മടി കെട്ടിട്ട് കൂട്ടും. അയാൾ എന്റെ കൈ കൊണ്ട് തീർന്നെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ വിധി വേറൊന്നായിപ്പോയി. ഇതാണ് അവന്റെ കഥ. റിലീസായതിനു ശേഷം കഞ്ചാവ്, കള്ളപ്പണം, ഗുണ്ടായിസം, ഇതൊക്കെയാണ് അവന്റെ പരിപാടികൾ. നീ പറയുന്ന കാര്യങ്ങളൊക്കെ അവനെ അറിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അവന്റെ വാപ്പയുടെ കാറ് മോഷണം പോയെന്നുള്ളൊരു കംപ്ലൈന്റ് ഇവിടെ തന്നത്. നീ ആണെങ്കിൽ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ വന്ന് പെടുകയും ചെയ്തു. തെറ്റ് ചെയ്തോ ഇല്ലയോ, ന്യായം മുഴുവൻ അവന്റെ ഭാഗത്താണ്. നീ ഇപ്പൊ എത്ര ചോദ്യങ്ങൾ ഉന്നയിച്ചാലും അവൻ കൃത്യമായിട്ട് മറുപടി പറയും. പോയിന്റ് നമ്പർ 1, എന്റെ വാപ്പ നിനക്ക് 60,000 രൂപ തന്നെന്ന് തന്നെ ഞാൻ വിചാരിക്കാം. പക്ഷേ അത് നിനക്ക് കാറിന് വേണ്ടിയാണ് തന്നതെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുക? നീ എന്റെ വാപ്പക്ക് കാശ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയല്ലേ പറയണേ? അതിന് നിന്റെ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടാ? നാളെ ഞാനും നിനക്ക് 1,00,000 രൂപ തന്നങ്ങ് പറയും. നീ സമ്മതിച്ചല്ലോ അല്ലേ? എന്റെ കുട്ടിക്കാലത്തെ സ്കൂളിൽ പറഞ്ഞ കഥ പോലും ഞാൻ കേൾക്കാറില്ല. അപ്പോഴാണ് ഈ ഫോം 29 കാണാണ്ട് പോയി എന്നുള്ള കഥ പറയണത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, നീ എന്റെ വാപ്പക്ക് കാറ് വാങ്ങിക്കാനായിട്ടാണ് 60,000 രൂപ കൊടുത്തതെന്നുള്ള കാര്യത്തിന് എന്ത് തെളിവുള്ളേ? നിയമപ്രകാരം നിനക്കറിയില്ലേ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പാടെ എല്ലാ ആസ്തിയും ഈ മകനായ എന്റെ പേരിൽ വന്ന് ചേരണമെന്നാ. സോ വീടും കാറും ഒക്കെ എന്റെ വാപ്പാടെ പേരിലായതുകൊണ്ടേ അതൊക്കെ ഇനി എന്റെ സ്വന്തമല്ലേ. ഞാൻ ചെറുതായിരുന്ന സമയത്ത് കാറിനകത്തിരുന്ന് ബീഡി വലിച്ചെന്നും പറഞ്ഞിട്ട് വാപ്പ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാ. അതാണ് എന്റെ തൊന്ത. ഇപ്പൊ സംഗതികളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനും ഹെൽപ്ലെസ്സാ, നീയും ഹെൽപ്ലെസ്സാ. എന്ന് പറഞ്ഞ കാറ് നീ എന്തായാലും അവന് വിട്ടുകൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അവൻ ഇവിടെ തന്നിരിക്കുന്ന കംപ്ലൈന്റിന്റെ പേരില് കോടതിയിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നത് വരെ നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി തരണ്ടേ. ഒരു കാര്യം മാത്രം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം നിങ്ങളുടെ അവസ്ഥയും കുറച്ച് കഷ്ടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിവിടെ എന്ത് ചെയ്യാണ്? എനിക്കൊരു തുമ്പ് കിട്ടി അവനെ പിടിച്ച് അകത്തിടാൻ തന്നെ താല്പര്യം. പക്ഷെ സാക്ഷി പറയാൻ ആരുമില്ലല്ലോ. അവൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തന്നെ. ഒരു ദിവസം സമയം തരാം, ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ചെറിയൊരു അത്യാവശ്യമുണ്ട്. ഇയാളാരാ? എന്റെ മാമായ. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം എന്നെ വളർത്തി വലുതാക്കിയത് ഈ മാമൻ. എനിക്ക് നിൽക്കാൻ സ്ഥലം തന്നു, ഇടാനായിട്ട് കുറെ തുണിയും തന്നു. പക്ഷെ കോമഡി എന്താണെന്നറിയോ,
മാമ എപ്പോഴും ബനിയം മാത്രം ഇടാറുള്ളു. എടാ നീ ഈ പഴയ കാര്യങ്ങളൊക്കെ പുലമ്പുന്ന എന്തിനാ? താമസിക്കാൻ സ്ഥലവും ഇടാൻ തുണിയും മാത്രമല്ല കൊടുത്തേ, കള്ളും കഞ്ചാവും എല്ലാം കൊടുത്തിട്ടാ വളർത്തിയത് സാറേ. എപ്പ നോക്കിയാലും വായിൽ പാൻപരാക, കാണാൻ തന്നെ ഒരു ഭംഗിയാ. തുപ്പിക്കളയാൻ അവന് വലിയ മടിയാ. എല്ലാവരും അവരുടെ വീട്ടിലെ വാലാട്ടി എപ്പോഴും സ്നേഹം കാണിക്കാൻ പട്ടിയെ വളർത്തും. പകരം ഇതിനെ വളർത്തിയാൽ ചിലപ്പോ സ്നേഹം കൊണ്ട് മെത്ത കയറ്റി കിടത്തും. മാമ ഐ ഡ്രോപ്സ്. എന്റെ മോനെ, അതിന് അദ്ദേഹത്തിന് കണ്ണ് പോലും കാണുന്നില്ല. പിന്നെ എന്തിനാ ഐ ഡ്രോപ്സ് ഒക്കെ? മുഴുവൻ വേസ്റ്റാ. അതെ, താനാരാ? ഞാനാണോ? പേര് തെങ്കാശ് ധൻരാജ്, BA LLB. ഇടയ്ക്കിടയ്ക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജോലിയും കൂടി ഞാൻ എടുക്കാറുണ്ട്. ജമാലിന്റെ കാറിന്റെ കേസ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല, ചുമ്മാ സപ്പോർട്ടിന് വേണ്ടി വന്നതാ. കുറച്ച് പട്ടാണ് കഴിക്കുന്നോ? വേണ്ട, എനിക്കങ്ങനെ വാങ്ങി ശീലമില്ല. കൊടുത്താണ് ശീലം. തനിക്ക് വേണോടോ? വേണ്ട, ഗ്യാസാ. അതുകൊണ്ടാ പറയുന്നേ, ഈ കറുത്ത കൂട്ടിട്ടോരെ ഉലകത്തിൽ വിശ്വസിക്കാൻ പാടില്ലെന്ന്. അങ്ങനെയാണ് കാര്യങ്ങള്. ഒന്ന് മിണ്ടാതെ നിൽക്കോ? RTO അല്ലേ? ഇത് S2 പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അപ്പാജിയാണ് സംസാരിക്കുന്നത്. സൂര്യപ്രകാശ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കാർ നമ്പർ MYM 9679. അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് ഒരു കോപ്പി എടുത്ത് വെച്ചേക്ക്. ഓക്കെ ശരിയെന്ന്. ഡാ ജമാലെ. സാറേ, ഇവിടെയെങ്കിലും എനിക്ക് കുറച്ച് ബഹുമാനം എന്താ സാറേ? ജയിലിൽ കിടന്ന സമയത്ത് അത് കിട്ടിയിട്ടില്ല. കണ്ണി കണ്ട പെമ്പിള്ളേരെയൊക്കെ പിഴപ്പിച്ച് വയറ്റിലുണ്ടാക്കിയിട്ട് അവിടെ വന്നവന്മാർക്കൊക്കെ ഭയങ്കര ബഹുമാനാ കിട്ടണേ. ഞാനെന്ത് ചെയ്തേ? ഒരു കൊലയ്ക്കുള്ള ശ്രമം നടത്തി. അവനൊക്കെ ഒരു വാടാ പോടാന്നൊക്കെ വിളിക്കണത് ശരിയാണോ സാറേ? നോക്ക് ജമാൽ, പറ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണുമല്ലോ. ഇവർ 60,000 രൂപ DD നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നാണ് പറയുന്നത്. നിങ്ങൾ കാർ കൊടുക്കാൻ തയ്യാറാണോ? ഇല്ല സാർ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. മാമ പറഞ്ഞ പിന്നെ മാറ്റമില്ല. അസാദുള്ള ബേഗിന് ചെറുപ്പം മുതലേ ഞാനെന്ന് പറഞ്ഞ പ്രാന്ത് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങേരുടെ മകനായ ഞാൻ അങ്ങേരുടെ കാറെ അങ്ങേരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അങ്ങ് സൂക്ഷിക്കാൻ പോവുക. അങ്ങനെയല്ലേ വേണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പയോടുള്ള സ്നേഹമൊക്കെ എനിക്ക് കൃത്യമായി അറിയാം. അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ലേ. ഇപ്പോ അത് ചോദിക്കാനുള്ള അധികാരം തനിക്കുമില്ല, എനിക്കുമില്ല. നിയമം വെച്ച് നോക്കി അതൊട്ടും ശരിയുമല്ല. എന്റെ പൊന്ന് സാറേ, അതൊരു ആന്റിക് പീസാണ്. എന്റെ ഫ്രണ്ട് ഒരുത്തൻ 4.5 ലക്ഷം രൂപയ്ക്ക് ആ കാറ് വാങ്ങാന്ന് പറയുന്നുണ്ട്. ആ കാശിങ് തന്നു കഴിഞ്ഞാ ഞാൻ എന്റെ കാറും കൂടെ തരാം. ഇല്ലെങ്കിൽ പിന്നെ കാർ എന്റെ വീട്ടിൽ കിടക്കട്ടെ. നിങ്ങൾക്ക് സമ്മതാണോ? ശരി. ഈ കാറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതിന്റെ സകല അധികാരവും ജമാലിനാണെന്ന് സ്വയം എഴുതി ഒപ്പിട്ടേക്ക്. വേറെ എക്സ്ട്രാ ചാവി ഉണ്ടെങ്കിൽ അതും അയാളെ അങ്ങ് ഏൽപ്പിച്ചേക്ക്. കോർട്ടിൽ കെട്ടിവെക്കാനുള്ളത് കെട്ടിവെച്ചിട്ട് കാറും കൊണ്ട് അയാൾ പൊക്കോട്ടെ. നിങ്ങളിതുവരെ പോയില്ലേ? എന്താ പോണില്ലേ? ഇറങ്ങാൻ പോയിരുന്നു സാറേ. നോക്ക് മംഗള, ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. ഈ കണ്ണീരെന്ന് പറയുന്നത് അത് മനുഷ്യന്റെ വലിയൊരു വീക്ക്നെസ്സാ. അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റും. ചില സമയത്ത് നമുക്ക് ആശ്വാസമൊക്കെ കിട്ടും. പക്ഷെ ചിലപ്പോഴൊക്കെ ഇത് നമ്മുടെ നാശത്തിന് കാരണമായി തീരും. അതും ഓർമ്മയിൽ വേണം. ഇതിലിപ്പോ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. ഐ എം സോറി. സാരമില്ല സർ, സാറെങ്കിലും ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് മതി. ഇത് സാറിന്. ഇതെന്താ? ഒരുപക്ഷെ ജമാല് ഞങ്ങൾക്ക് ആ കാറ് വിട്ടു തരാണെങ്കിൽ സാറിന് സ്വീറ്റ് തരാലോ എന്ന് വിചാരിച്ച കേസരി ഉണ്ടാക്കിയത്. ഓ, ഇതാ സാറ്. ഇതെന്താ? ഷർട്ട് പീസാ. ഷർട്ട്?
ആക്ച്വലി ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചതല്ല. ആ ചൈന ബസാറിൽ ഒന്നെടുത്ത ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, ഇവന് വേണ്ടി വാങ്ങിയതാ. ഫ്രീ ആയിട്ട് കിട്ടിയത് സാറിന്. അതെ സാറേ, എനിക്ക് എന്റെ കാറോ കിട്ടിയില്ല. അറ്റ്ലീസ്റ്റ് ഈ ഷർട്ടിന്റെ തുണി സാറിന് തന്നിട്ട് അതിന്റെ മനസമാധാനം കിട്ടട്ടെ സാറേ. എന്താ ഞാൻ പറയാ, എത്രയോ പേർക്ക് ഞാൻ എന്തൊക്കെ സഹായം ചെയ്തിരിക്കുന്നു. തിരിച്ചവരൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളാണെങ്കിൽ ഷർട്ടും കാസറ്റും ഒക്കെ തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെയല്ലാതെ താങ്ക്സ് ഒന്നും പറയാൻ അറിയില്ല സാറേ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ഇറങ്ങട്ടെ സാർ. പോവാം. ഞാനിപ്പോ വരാം. സാറേ, ഒരു കാര്യമുണ്ട്. ഈ സാറിന് ഷുഗർ ഉണ്ടെങ്കിൽ ഈ സ്വീറ്റ് സാറിന്റെ ഭാര്യയ്ക്ക് കൊടുത്താൽ മതി. അതെ കോൺസ്റ്റബിൾ,